ഇന്ന് പറയാൻ പോകുന്നത് 2 ഡെഫിഷ്യൻസി ഡിസീസസിനെ കുറിച്ചാണ്. ക്വാഷിയോക്കർ, മരാസ്മസ്. ക്വാഷിയോക്കർ എന്ന് പറയുമ്പം ക്വാഷിയോക്കറും മരാസ്മസും സാധാരണയായിട്ട് ഈ ഫുഡ് സ്കാസിറ്റി, അതായത് പട്ടിണി ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിൽ, അതായത് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ അസുഖങ്ങൾ കണ്ടുവരുന്നത്. അതിൽ ക്വാഷിയോക്കർ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഇതൊരു പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അതായത് ആവശ്യത്തിന് ഫുഡ് കിട്ടാത്ത ആൾക്കും അതുപോലെ തന്നെ കിട്ടുന്നവർക്കും 2 പേർക്കും ഇത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതും എന്തിലേക്ക് നയിക്കാം? ക്വാഷിയോക്കറിലേക്ക് നയിക്കാം. അല്ലെങ്കിൽ തീരെ ഫുഡ് കിട്ടാത്ത സാഹചര്യങ്ങളിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ക്വാഷിയോക്കർ ഉണ്ടായിരിക്കും. പിന്നെ കാരണം നമ്മുടെ ഈ ഏരിയാസിലൊക്കെ റൈസ്, മെയ്സ്, അതുപോലെ അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പ്രോട്ടീൻ്റെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് ക്വാഷിയോക്കറിലേക്ക് നയിക്കാം. ക്വാഷിയോക്കർ ഉണ്ടായിരിക്കുന്നത് കുട്ടികൾക്കാണ് സാധാരണയായിട്ടും. അവർക്കാണെങ്കിൽ കാല് നല്ല സ്വെല്ലിങ് വരുന്നുണ്ട്. അതിനെ എഡിമ എന്നാണ് പറയുന്നത്. പിന്നെ മുടിയുടെ അളവ് കുറവായിരിക്കും. പിന്നെ ഒരു മുഖം എന്ന് പറയുന്നത് ഒരു മൂൺ ലൈക്ക് ഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചന്ദ്രനെ പോലെയുള്ള ഒരു മുഖമായിരിക്കും. പിന്നെ അവരുടെ സ്കിൻ തന്നെ ഒരു ഫ്ലാങ്കി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. പിന്നെ സ്വെല്ലൻ ആയിട്ടുള്ള, അപ്പോൾ എഡിമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ക്വാഷിയോക്കറിൻ്റെ. അതായത് കാലും അതുപോലെ അബ്ഡോമിനൊക്കെ നല്ല വീർത്തിട്ടാണ് ഇരിക്കുക. അതുപോലെ ഇവർക്ക് തിൻ മസിലാണ്. മസിൽ തിന്നാണെങ്കിലും ഇതിങ്ങനെ എഡിമ കാരണം, അതായത് ഫാറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇങ്ങനെ സ്വെല്ലിങ് വരാൻ കാരണം ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ അസുഖമാണ് മരാസ്മസ്. അത് ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല സ്കെൽട്ടൻ അപ്പിയറൻസ്, അതായത് സ്കെൽട്ടൻ്റെ പോലെ തന്നെ തോന്നുന്ന ഒരു അപ്പിയറൻസാണ് കുട്ടികൾക്ക് വരിക. അവരുടെ ബോൺസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഓൾഡ് മാൻ്റെ അപ്പിയറൻസാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ ഹെയറൊക്കെ നോർമലായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ കുറവായതുകൊണ്ട് വളരെ നേർത്ത ശരീരമായിരിക്കും. അതുപോലെ അണ്ടർ വെയ്റ്റും ആയിരിക്കും. ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസിൻ്റെ, അതായത് കലോറീസിൻ്റെ അഭാവമാണ്. അപ്പം ക്വാഷിയോക്കർ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ആയിരുന്നു. എന്നാൽ മരാസ്മസ് എന്ന് പറയുന്നത് എല്ലാ മാക്രോ ന്യൂട്രിയൻസിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ എഡിമ കാണുന്നത് ക്വാഷിയോക്കർ ഡിസീസിലാണ്. പിന്നെ ക്വാഷിയോക്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് വയറ് വീർത്തിട്ടും അതുപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ കാണാൻ പറ്റും. എന്നാൽ മരാസ്മസിലാണെങ്കിൽ വളരെ സ്കിൻ ആൻഡ് ബോൺസ് മാത്രമേ, അതായത് അവരിൽ മസിൽസിനെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അതായത് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റും കുറവാണ്. ഇനി സാധാരണയായിട്ടും ക്വാഷിയോക്കർ കണ്ടുവരുന്നത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. എന്നാൽ മരാസ്മസ് കണ്ടുവരുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. ഓക്കെ. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എഡിമ കാരണം വെയിറ്റിൻ്റെ ലോസ് അധികം കാണാറില്ല ക്വാഷിയോക്കറിൽ. എന്നാൽ മരാസ്മസിൽ 62% വെയിറ്റ് ലോസ് അവിടെ കാണാൻ പറ്റും. പിന്നെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ക്വാഷിയോക്കർ ഡിസീസിലാണെങ്കിൽ ഡെർമറ്റൈറ്റിസ് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചെറിയൊരു ഡിസ്കളറേഷനും കാണാം. പക്ഷേ ഹെയറിൻ്റെ കേസിൽ ക്വാഷിയോക്കറിൽ കുറവും മരാസ്മസിൽ നോർമലായിട്ടുള്ള ഹെയർസും കാണാൻ പറ്റും. പിന്നെ മരാസ്മസിൽ ഡ്രൈ സ്കിന്നായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ക്വാഷിയോക്കർ ബാധിച്ചവർക്ക് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ പ്രോട്ടീൻ ഡയറ്റ് കൊടുത്താൽ അവർക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റിക്കോളും. എന്നാൽ മരാസ്മസിൻ്റെ കേസ് അങ്ങനെയല്ല. അത് എല്ലാ ഫുഡിൻ്റെയും ബാലൻസ്ഡ് ഡയറ്റ് നോക്കേണ്ടി വരും. ദാറ്റ്സ് അബൌട്ട് ദ ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്.